മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി വായ്പ അനുവദിച്ച് കേന്ദ്രമിറക്കിയിരിക്കുന്ന നിബന്ധനകൾ പേടിപ്പിക്കുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ദുരന്തത്തോട് മനുഷ്യത്വരഹിതമായ നിലപാടാണ് ആദ്യം മുതൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതെന്നും മന്ത്രി പറഞ്ഞു. വായ്പാ സഹായം കേരളത്തെ അപമാനിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു. കേന്ദ്രം നൽകിയ പലിശരഹിത വായ്പ 50 വർഷത്തിനു ശേഷം തിരിച്ചടയ്ക്കുന്ന വേവലാതി ഇപ്പോൾ വേണ്ടെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. കേരളത്തിന് തരേണ്ട അവകാശങ്ങൾ കേരളത്തിന് ലഭ്യമായേ മതിയാകും. അതിനു പകരം ലോൺ തരാം എന്ന് പറയുന്നു എന്ന് മാത്രമല്ല, ആ ലോൺ തരുന്നതിനെക്കുറിച്ച് പിന്നെ നമ്മുടെ ഡയറക്ടർ പുറത്തിറക്കിയിട്ടുള്ള നിബന്ധനകൾ അതിനേക്കാൾ നമ്മളെ പേടിപ്പിക്കുന്നതാണ്. 45 ദിവസം കൊണ്ട് അനുവദിക്കപ്പെട്ട 529 കോടി രൂപ ചെലവഴിച്ചേ മതിയാകൂ എന്ന് വാശിയോടെ പറയുകയാണ്. ഇത് കേരളം തിരിച്ചടയ്ക്കേണ്ട സംഖ്യയാണ്, അല്ലാതെ കേരളത്തിന് തരുന്ന ഒരു അഡീഷണൽ സഹായമോ ഏതെങ്കിലും വിധത്തിലുള്ള ഔദാര്യമോ അല്ല. ആ നൽകുന്ന സഹായം പോലും 45 ദിവസത്തിനുള്ളിൽ തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു പൊതു ധാരണ ഉണ്ടാവുക? കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദാര്യമല്ലല്ലോ നമുക്ക് വേണ്ടത്. അവിടെ ഉണ്ടായതൊരു തീവ്ര ദുരന്തമാണ് വയനാടിൽ ഉണ്ടായത് എന്ന് അവർ അംഗീകരിച്ചു. അപ്പൊ സാധാരണ സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുന്നത് പ്രത്യേക സാമ്പത്തിക പാക്കേജാണ് കൊടുക്കുന്നത്. ആ പ്രത്യേക സാമ്പത്തിക പാക്കേജ് നമ്മൾ 2000 കോടി രൂപയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ നിന്ന് 100, 200, 500 കോടി കുറച്ചോ. പക്ഷേ അതൊന്നും തരാതെ 590 കോടി രൂപയുടെ 50 വർഷത്തേക്കുള്ള കടമായിട്ട് തരിക എന്ന് പറഞ്ഞാൽ കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്, പരിഹസിക്കുന്നതിന് തുല്യമാണ്, കേരളത്തോടുള്ള പൂർണ്ണമായ അവഗണനയാണ്. പിന്നെ 50 വർഷം കഴിഞ്ഞിട്ട് അടക്കണ്ടെന്ന് പറയാൻ സുരേന്ദ്രൻ ആരാ? കേന്ദ്ര സർക്കാർ കേരളത്തിനെ, വയനാടിനെ കൈയയച്ച് ഇപ്പോൾ സഹായിച്ചിരിക്കുകയാണ്. കൂടുതൽ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് കിട്ടിയ സഹായം ഫലപ്രദമായി ഉപയോഗിക്കാനാണ് സർക്കാർ തയ്യാറാവേണ്ടത്. പിന്നെ 50 വർഷം കഴിഞ്ഞിട്ട് ഇത് തിരിച്ചടയ്ക്കുന്നതിനെ പറ്റിയിട്ടുള്ള വേവലാതി പിണറായി വിജയനോ ഇവിടുത്തെ UDF ഇപ്പോൾ നടത്തണ്ട. 5 കൊല്ലം കഴിയുമ്പോൾ തന്നെ ഇതൊക്കെ തിരിച്ചടയ്ക്കാനുള്ള ബാധ്യത ഇവിടെ ദേശീയ കക്ഷികൾക്ക് വരും. അതിന് ആ കാര്യത്തെപ്പറ്റി നിങ്ങളിപ്പോൾ വല്ലാതെ വേവലാതിപ്പെടേണ്ട. ഇവിടെ 550 കോടി രൂപ ഫലപ്രദമായി ചെലവഴിക്കാനുള്ള സത്വര നടപടിയാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. മുബഷീർ പി അക്ബർ നമുക്കൊപ്പം ചേരുന്നു. മുബഷീർ, കാശ് കിട്ടി, പക്ഷേ അത് എങ്ങനെ ചെലവഴിച്ച് തീർക്കും എന്നതിന് മുന്നിൽ ഒരു വഴിയുമില്ലാതെ നിൽക്കുകയാണോ ഇപ്പോൾ സർക്കാർ? തിരിച്ചടയ്ക്കുന്നതിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ തർക്കവും ഒരു ഭാഗത്ത് തുടങ്ങിയല്ലോ. തീർച്ചയായും സുജയ പാർവതി, ഇക്കാര്യത്തിൽ കേന്ദ്രം അനുവദിച്ചിട്ടുള്ള തുകയെ ചൊല്ലിയാണ് ഇപ്പോൾ കേരളത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകളും രാഷ്ട്രീയ വിവാദങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. റവന്യൂ മന്ത്രി ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. കേരളം ആവശ്യപ്പെട്ട തുകയല്ല നൽകിയതെന്ന് മാത്രമല്ല, മനുഷ്യത്വരഹിതമായിട്ടുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് റവന്യൂ മന്ത്രി കെ രാജൻ ചൂണ്ടിക്കാണിക്കുന്നത്. കേന്ദ്രം വല്ലാത്ത പ്രതിസന്ധിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ദുരന്തത്തോട് മനുഷ്യത്വരഹിതമായ നിലപാട് ആദ്യം തന്നെ സ്വീകരിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള മുണ്ടക്കയിലെ വായ്പാ സഹായം എന്നുള്ളതാണ് കെ രാജൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ നൽകിയത് ലോണാണ്. കേരളം ആവശ്യപ്പെട്ടിരുന്നത് ലോണല്ല, തിരിച്ചടക്കേണ്ട ഒരു ലോൺ മാത്രമാണ് ഇപ്പോൾ കേന്ദ്രം നൽകിയിട്ടുള്ളത്. അതൊരു സഹായമായി കണക്കാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് രാജൻ പറഞ്ഞു വെക്കുന്നത്. കേരളം ആവശ്യപ്പെടുന്നത് ഉപാധികളില്ലാത്ത ധനസഹായമായിരുന്നു. അതിനു പകരം ലോൺ തരാമെന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഒരു ധനസഹായം, ഈ ഒരു പണം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് അവിടെയുള്ള പദ്ധതികൾ അവിടെ നടപ്പിലാക്കേണ്ട പുനരധിവാസം പൂർത്തിയാക്കുക എന്നൊരു ചോദ്യമാണ് കെ രാജൻ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. സമാനമായൊരു നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ UDFും സ്വീകരിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് കേന്ദ്രത്തിനെതിരെ നിശിതമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. കേരളത്തിന് ലഭിക്കേണ്ട ഔദാര്യമല്ല ചോദിച്ചിട്ടുള്ളത്, കൃത്യമായി ലഭിക്കേണ്ട ധനസഹായം ആദ്യഘട്ടം മുതൽ തന്നെ കേരളം ചോദിക്കുന്നുണ്ട്. കേന്ദ്രം ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാടിൽ ശക്തമായ വിയോജിപ്പ് പ്രതിപക്ഷത്തിനുണ്ട് എന്നുള്ളതാണ് വി ഡി സതീശനും പറഞ്ഞു വെക്കുന്നത്. ഇപ്പോഴത്തെ പാക്കേജ് കേരളത്തെ അപമാനിക്കുന്നത്, പരിഹസിക്കുന്നതിന് തുല്യമാണ്. കെ സുരേന്ദ്രന് മറുപടിയായിട്ടും വി ഡി സതീശൻ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്താം, അതായത് 50 കൊല്ലത്തിന് ശേഷം മാത്രം ഈ ഒരു പണം തിരിച്ചടച്ചാൽ മതിയല്ലോ എന്ന കെ സുരേന്ദ്രന്റെ പ്രതികരണത്തിന് അത് പറയാൻ കെ സുരേന്ദ്രൻ ആരാണെന്നുള്ളതായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം. അത് പറയേണ്ട കാര്യമില്ല, കേരളത്തിന് ലഭിക്കേണ്ട അവകാശമാണ് ചോദിച്ചിട്ടുള്ളത്. അത് തരാത്ത കേന്ദ്ര സർക്കാരിന്റെ നിലപാടിൽ ശക്തമായ വിയോജിപ്പുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുന്നുണ്ട്. സൂചിപ്പിച്ചതുപോലെ ഇത് ആര് തിരിച്ചടയ്ക്കും? LDFോ UDFോ അതോ BJPയോ? അതിലേക്കും ചർച്ച എത്തിയിരിക്കുകയാണ്. കാരണം 50 വർഷം കഴിഞ്ഞുള്ള കാര്യമാണല്ലോ.